ഹരേ രാമ ഹരേ കൃഷ്ണ. നാളത്തെ സൂര്യോദയത്തോടുകൂടി ഈ നക്ഷത്രക്കാർ തൊട്ടതെല്ലാം പൊന്നാകുവാൻ പോകുന്നു. കൈനിറയെ പണവും രാജയോഗത്തെക്കാൾ ഇരട്ടി ഗുണം ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രക്കാരെ നാളെ മുതൽ കാത്തിരിക്കുന്നത്. ഗുരു പൗർണമിക്ക് ശേഷം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണിവർ. ഇന്നു മുതൽ, അതായത് ജൂലൈ മാസം 23 മുതൽ അനുകൂല ഫലങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ഗുരു പൗർണമി കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണ് ഇത്തരം നേട്ടങ്ങൾ ഈ പ്രത്യേക നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. ഇതിൻ്റെ ഫലം പൂർണ്ണമായും അനുഭവേദ്യമാകുവാൻ ക്ഷേത്രദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും വളരെ ഗുണകരമാണ്. ശനീശ്വരനെ പ്രീതിപ്പെടുത്താം. ഗണപതി ഭഗവാന് വഴിപാടുകൾ കഴിപ്പിക്കാം. ജൂലൈ 23 മുതൽ കാലം മാറി വളരെയധികം സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ഇവർക്ക് കർമ്മസംബന്ധമായ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. വിചാരിച്ച കാര്യങ്ങളെല്ലാം വളരെ സൗഭാഗ്യത്തോടു കൂടി നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സാമ്പത്തിക നേട്ടം വളരെയധികം നിങ്ങൾക്കിനി പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലിടത്തും ധനപരമായ നേട്ടത്തിന് സാധ്യതയുണ്ട്. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും നിങ്ങൾക്കൊപ്പം ഭാഗ്യം വന്നു ചേരുന്നതാണ്. ദീർഘകാലമായി കാത്തിരുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിൽ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും അംഗീകാരവും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ്. എന്നാൽ അതോടൊപ്പം അവരുടെ അപ്രീതി സമ്പാദിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഉത്തമം. അമിതമായ ലഹരി ഉപയോഗം നിങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല, വ്യക്തിബന്ധങ്ങളെയും തൊഴിലിനെയും പ്രതികൂലമായി ബാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാനും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും കഠിനാധ്വാനം തുടരുകയും ചെയ്യേണ്ടതാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ചെറിയ അശ്രദ്ധ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആയതിനാൽ ജോലിയിൽ കൃത്യതയും ശ്രദ്ധയും പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശുക്രദശ നടക്കുന്ന മേടരാശിക്കാർക്ക് ഈ മാസം ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ വാഹനം, വീട് തുടങ്ങിയവ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അവസരം ലഭിക്കുന്നതാണ്. കൂടാതെ തീർത്ഥാടനത്തിനും മറ്റും ആത്മീയ കാര്യങ്ങൾക്കും അവസരം ലഭിക്കും. ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിയാൽ എല്ലാവിധ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അതിജീവിക്കുവാനും വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പിറന്നാൾ വരുന്ന ജൂലൈ 28 ഞായറാഴ്ച, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 6 ചൊവ്വാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഇന്നു മുതൽ, അതായത് 23 മുതൽ മഹാഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളാണ് വന്നു ചേരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക ഉന്നതി വളരെയധികം വന്നു ചേരും. ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുവാൻ യോഗമുള്ള സമയമാണ്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ്. നിങ്ങളെ കാത്തിരിക്കുന്നത് കോടീശ്വര യോഗം വരെ നിങ്ങൾക്ക് യോഗമായി പറയാവുന്നതാണ്. ജോലി സംബന്ധമായ ഉയർച്ചയും നിങ്ങൾക്ക് ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായി ഈ കാലഘട്ടം വളരെ അനുകൂലമായിരിക്കും. കോടതി വ്യവഹാരങ്ങളിൽ ഒത്തുതീർപ്പിലൂടെ വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്രതീക്ഷിത ധനലാഭം എന്നിവ വന്നു ചേരും. സർക്കാരിൽ നിന്നുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭൂമിയിൽ നിന്നുള്ള ലാഭം പ്രതീക്ഷിക്കാം. ഇത് നിക്ഷേപങ്ങൾക്കും വസ്തു വികസനത്തിനും അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുമെങ്കിലും ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും.
വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണിത്. നിങ്ങളുടെ അധ്വാനത്തിലൂടെ ഉയർന്ന വിജയം കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അപകടങ്ങളിൽ നിന്ന് പ്രത്യേകം സുരക്ഷിതരായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഉയർന്ന സ്ഥാനലബ്ധിക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനം തുടരുന്നത് അംഗീകാരത്തിലേക്കും വളരെയധികം ഉന്നമനത്തിലേക്കും നയിക്കുന്നതാണ്. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവസരം ലഭിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളുടെ വാതിൽ തുറക്കുകയും വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും ഇടവരും. ഭരണി നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പക്ക പിറന്നാൾ വരുന്ന ജൂലൈ 29 തിങ്കളാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 7 ബുധനാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തിക ഉന്നമനം, നല്ല വരുമാനം ഫലമായി വന്നു ചേരും. കാലം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യുന്നതാണ്. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഇപ്പോഴുള്ള സ്ഥിതി അനുകൂലമാണോ എന്ന് കൂടി പരിശോധിക്കാവുന്നതാണ്. കോടീശ്വര യോഗം വരെ വന്നു ചേരാവുന്ന സമയമാണ് നിങ്ങൾക്കെത്തിയിരിക്കുന്നത്. ശുക്രന്റെ ലാഭസ്ഥാനത്തുള്ള യോഗം ലോട്ടറി, നറുക്കെടുപ്പ് എന്നിവയിൽ വിജയിക്കുവാൻ സാധ്യതയുണ്ട്. കർക്കിടകത്തിൽ തന്നെ നറുക്കെടുക്കുന്ന ലോട്ടറികളിൽ ഭാഗ്യം നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്രതീക്ഷിത ധനാഗമം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും വളരെയധികം ഉയർച്ച നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുന്നതാണ്. ജാതകത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ശുക്രന്റെ സ്ഥാനം പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ അനുകൂലമായ സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയിൽ പ്രവേശിക്കുവാനോ ബിസിനസ്സിൽ പുതിയ വിദേശ കരാർ ലഭിക്കുകയോ ചെയ്യും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വരികയും സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഈശ്വര വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളിലുള്ള താല്പര്യവും വർദ്ധിക്കും. ആത്മീയതയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയും മനസമാധാനം കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ വരവിൽ കവിഞ്ഞ ചെലവുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുകയും സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി മാത്രം നിക്ഷേപങ്ങൾ നടത്തുകയും വേണം. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുമെങ്കിലും സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഈ സമയത്ത് നിങ്ങൾ തുടങ്ങിവെക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ലാഭത്തിൽ വന്നു ചേരുന്ന മാസമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും അനുകൂലമായ സമയമാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കും. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനും നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ സാധിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പക്ക പിറന്നാൾ വരുന്ന ജൂലൈ 30 ചൊവ്വാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 8 വ്യാഴാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതം കര കയറുവാൻ പോകുന്ന സമയമാണ്. വളരെയധികം മഹാഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മികച്ച നേട്ടങ്ങളും ഐശ്വര്യവും സമൃദ്ധിയുമെല്ലാം വരുന്ന സമയമാണ്. കന്നി രാശിക്കാർക്ക് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ ഈ കർക്കിടക മാസത്തിൽ ഭൂമി ലാഭം, ധനനേട്ടം, വിവാഹഭാഗ്യം, ആരോഗ്യ വർധനവ് എന്നിവയ്ക്ക് സാധ്യത നൽകുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹം നടക്കുവാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നുചേരും. കുടുംബ ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുവാനും കഴിയും. കുടുംബത്തിൻ്റെ പിന്തുണയും ഐക്യവും നിങ്ങളുടെ എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സഹായിക്കുന്നതാണ്. മനസ്സിലുള്ള പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഉചിതമായ സമയമാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടുവാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും അനുകൂലമായ സമയമാണ്. ചിട്ടി, നറുക്കെടുപ്പ്, ലോട്ടറി, ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്.
നിങ്ങളുടെ മേലധികാരിയിൽ നിന്ന് പ്രശംസയും പാരിതോഷികങ്ങളും ലഭിക്കും. തൊഴിൽ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും അംഗീകാരം നേടുവാനും കഴിയുന്നതാണ്. അലങ്കാര വസ്തുക്കൾ വാങ്ങുവാനും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിത്തിര നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പക്കപ്പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 10 ശനിയാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 1 വ്യാഴാഴ്ചയും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രദർശനം നടത്തുന്നത് നിങ്ങളുടെ എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ അത്യുത്തമമായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. സാമ്പത്തിക മുന്നേറ്റം നിങ്ങൾക്ക് നേടുവാനും സാധിക്കും. മഹാഭാഗ്യത്തിൻ്റെ ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നല്ല വാർത്തകൾ വന്നു ചേരും. ബിസിനസ്സിൽ പുതിയ കരാറുകളിൽ ഏർപ്പെടുവാനും അലങ്കാര വസ്തുക്കൾ, പുതിയ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും യോഗമുണ്ട്. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുകയും സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി മാത്രം നിക്ഷേപം നടത്തുകയും ചെയ്യുക. നിങ്ങൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടുവാൻ പറ്റിയ സമയമാണ്. മാനസികമായി ശക്തരാകുവാനും ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാനും ഇത് അനുകൂലമായ സമയം തന്നെയാണ്. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ തേടുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഒരുപാട് നാളുകളായി പിണങ്ങിയിരുന്ന സഹോദരങ്ങൾ തമ്മിൽ ഒരുമിക്കും. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും വീണ്ടെടുക്കുവാനുള്ള അവസരം കൂടിയാണ്. ക്ഷമയും സഹിഷ്ണുതയും പുലർത്തുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ സഹായിക്കുന്നതാണ്. വളരെ കാലമായി പ്രവർത്തിക്കുന്ന ചില പദ്ധതികളിൽ നിങ്ങൾക്ക് വലിയ വിജയം ലഭിക്കുന്നതാണ്. അനാവശ്യമായ കോപം മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിൽ വീഴ്ച വരികയും സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നതാണ്. ഈ സമയത്ത് ക്ഷമയും സംയമനവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കലാകാരന്മാർക്കും കായിക മേഖലയിലുള്ളവർക്കും പ്രശസ്തിയും അവാർഡും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയ്ക്ക് വഴി തുറക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുകയും ബന്ധങ്ങളിൽ പുതുജീവൻ ലഭിക്കുന്നത് മാനസിക സന്തോഷത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകുന്നതാണ്. ചന്ദ്രൻ കുടുംബസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് വളരെ കാലമായും കുടുംബപരമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറി മനസമാധാനം ലഭിക്കും. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും വീണ്ടെടുത്ത് കുടുംബത്തിൽ സന്തോഷവും നിറയ്ക്കുവാൻ പറ്റിയ സമയമാണ്. മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടം കൈവരിക്കുവാൻ കഴിയും. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും വിൽപ്പന വർദ്ധിപ്പിക്കുവാനും അവസരങ്ങൾ ലഭിക്കും. എന്നാൽ ചിലർക്ക് ആലോചനയില്ലാത്ത എടുത്തുചാട്ടം കാരണം പ്രവൃത്തികളിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാം. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അവയുടെ ഗുണദോഷങ്ങൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. പക്വതയോടെയും ആലോചനയോടെയും സജീവമായി ഇടപെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പൂയം നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പക്കപ്പിറന്നാൾ വരുന്ന ആഗസ്റ്റ് 4 ഞായറാഴ്ചയും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ആഗസ്റ്റ് 14 ബുധനാഴ്ചയും ജൂലൈ 26 വെള്ളിയാഴ്ചയും ആചാരപ്രകാരം വ്രതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ അത്യുത്തമമായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.